ഹലോ എവരിവൺ, ഇന്ന് ഞാനൊരു ലെമൺ സ്ക്വാഷ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ലെമൺ ജ്യൂസ് നല്ലപോലെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് ലെമൺ ജ്യൂസിൻ്റെ ഇരട്ടി അളവിൽ പഞ്ചസാര വേണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. പഞ്ചസാര ഇപ്പം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പഞ്ചസാര സിറപ്പ് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ പാത്രത്തിൽ മാറ്റി വേറെ പാത്രത്തിലാക്കുമ്പോൾ ഇത് നല്ലപോലെ തുടച്ചിട്ട് വേണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നല്ലപോലെ വെള്ളം തുടച്ച ശേഷം മാത്രമേ ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാവൂ. പഞ്ചസാരപ്പാനി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ നീരും പഞ്ചസാരപ്പാനിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലെമൺ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.